പ്രണയസഖി ഭാഗം 14. പൂജയ്ക്ക് അന്നത്തെ ദിവസം ഗൗതമിൻ്റെ മുന്നിലേക്ക് പോയി ചാടാൻ മടിയായതുകൊണ്ടവൾ ഓരോ തിരക്കുണ്ടാക്കി മനഃപൂർവ്വം ഒഴിഞ്ഞു നിന്നു. സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ള അതേ ബുദ്ധിമുട്ട് തോന്നുകയാണ് ഇപ്പോൾ ഇവിടെയും. ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയില്ല അവൾക്ക്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാത്തതുപോലെ ആകെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് താനും തൻ്റെ ജീവിതവും. എന്തുപറ്റി? വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോൾക്ക്? ഗൗതം എന്തെങ്കിലും പറഞ്ഞോ മോളെ? ഇല്ലമ്മേ, വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ആകെ ഒരു വിഷമം. വായിൽ വന്നൊരു കള്ളം പറയുമ്പോൾ അതിലൊരു ശതമാനം പോലും സത്യമില്ലെന്നുള്ള കുറ്റബോധം അവൾക്ക് തോന്നിയേയില്ല. ആശയോട് സ്നേഹമുണ്ടെങ്കിലും അവളുടെ സാഹചര്യം അവളെ മാറ്റിക്കൊണ്ടിരുന്നു. 2 ദിവസം എങ്ങനെയൊക്കെയോ കടന്നുപോയി. കിരണിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു വെച്ചതുകൊണ്ട് പൂജയുടെ ഫോണിലേക്ക് അവൻ്റെ ഭാഗത്തു നിന്ന് വിളിയോ മറ്റ് ശല്യങ്ങളോ ഉണ്ടായിട്ടില്ല. അതൊരു കണക്കിന് അവൾക്ക് ആശ്വാസമായിരുന്നു. ഗൗതമുള്ള സമയത്ത് അവൻ വിളിക്കുകയോ മറ്റോ ചെയ്താൽ എന്തു ചെയ്യുമെന്ന് അവൾക്കൊരു പിടിയുമില്ലായിരുന്നു. എങ്കിലും അവൾക്ക് പേടിയാണ്. അവൻ അങ്ങനെ പോകുമെന്ന് അവൾ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നിൽ അവനിപ്പോൾ തൻ്റെ അവസ്ഥ അറിയാമായിരുന്നിട്ടും തന്നെ ഇങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമോ? അതുപോലും എനിക്കുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെപ്പറ്റി അവൻ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു കാലത്ത് അത്രമേൽ സ്നേഹിച്ചതല്ലേ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ അവൻ നോക്കുമോ? സ്നേഹം കൊണ്ടാണെന്ന് പറയുമ്പോഴും അതൊക്കെ എനിക്ക് പ്രശ്നങ്ങളായി മാറുകയല്ലേ ചെയ്യുന്നത്. പൂജ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും കിരൺ പദ്ധതി ഇട്ടത് അല്ലെങ്കിൽ അവളെ കണ്ടുമുട്ടിയ നാൾ മുതലേ അവൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അതറിയാതെ അവൻ നെയ്ത വലയിൽ അവനോടുള്ള അന്ധമായ സ്നേഹത്തിൽ തന്നെ സ്നേഹിക്കുന്നവരുടെയൊക്കെ വെറുപ്പ് വാങ്ങി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിരുന്നു പൂജ. അതവൾ പോലും മനസ്സിലാക്കിയില്ല. അവൾക്ക് ചുറ്റിനുമുള്ള ഒരു കാലത്ത് അവളെ സ്നേഹം കൊണ്ട് മൂടിയവരൊക്കെ അവളിൽ നിന്ന് ഒരുപാട് അകലെയാണിന്ന്. അതൊട്ട് അവൾ അറിഞ്ഞതുമില്ല. ഇനി അങ്ങോട്ട് ആ വെറുപ്പിൻ്റെയും അവഗണനയുടെയും ആഴം കൂടാനുള്ള കാര്യങ്ങൾ അവൾക്ക് ചുറ്റും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. രാവിലെ എങ്ങോട്ടോ പോകാനായി ഒരുങ്ങിയിറങ്ങി വരുന്ന ഗൗതമിനെ കണ്ടാണ് പൂജ മുറിക്കകത്തേക്ക് വരുന്നത്. അവനെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറുന്നവളെ കണ്ട് അവൻ തിരിഞ്ഞു നോക്കി അവൾക്ക് പിന്നാലെ തിരികെ അകത്തേക്ക് കയറി. പുറകിലൊരു ആളനക്കം കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൻ പുറത്തേക്ക് പോകാതെ തിരികെ കയറി വന്നെന്ന്. വെറുതെ കയറി വരില്ല, ഇതെന്നേലും പറഞ്ഞെന്നെ ചൊറിയാനുള്ള വരവ് തന്നെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. വീട്ടിൽ പോയി വന്നതിൻ്റെ അന്ന് കിരണിൻ്റെ പേരും പറഞ്ഞ് വാക്പോരുണ്ടായതിൽ പിന്നെ ഒന്നും സംസാരിക്കാൻ അങ്ങനെ വന്നിട്ടില്ല. അതൊരു കണക്കിന് ആശ്വാസമായിരുന്നു. അതൊക്കെ താൽക്കാലികമാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള സമാധാനമായിരുന്നു. പിന്നിൽ വന്ന് നിൽപ്പുണ്ടെന്ന് കണ്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി. സ്വന്തം കെട്ടിയവൻ പുറത്തേക്ക് പോകുമ്പോൾ എങ്ങോട്ടാണെന്ന് പോലും ചോദിക്കാതെ അയാളെ കാണാത്ത പോലെ മുറിക്കകത്തേക്ക് പോകുന്ന നീയൊക്കെ ഒരു ഭാര്യയാണോ? വല്ലാത്തൊരു ഭാവത്തിൽ അവൻ ചോദിച്ചതും പൂജ പുച്ഛത്തോടെ മുഖം തിരിച്ചു. അതിന് തന്നെ ഭർത്താവായിട്ട് ഈ നിമിഷം വരെ കണ്ടിട്ടില്ലെന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ മുഖം വെട്ടിച്ചുള്ള നിൽപ്പ് കൂടി കണ്ടതും അവൻ്റെ മുഖം കൂടുതൽ ഇരുണ്ടു. ഇങ്ങോട്ട് നോക്കണേ, അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് തനിക്ക് നേരെ നിർത്തിയതും പൂജ വേദന കൊണ്ട് പിടഞ്ഞു. അവൻ്റെ കയ്യിൽ പിടിച്ചു തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനതിൽ ശ്രദ്ധിക്കാതെ ബലത്തിൽ ഇറക്കി പിടിച്ചു. നിനക്ക് അവൻ്റെ കൂടെ പോകണം അല്ലേ? അവൻ്റെ ചോദ്യം കേട്ടതും വേദനയ്ക്കിടയിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞെട്ടലും അതിലുപരി വേദനയുമായിരുന്നു. വിട്, എനിക്ക് വേദനിക്കുന്നു. അവൻ പിടിച്ചിരിക്കുന്ന കഴുത്തിലെ കയ്യിൽ പിടിച്ചുകൊണ്ട് പൂജ പറഞ്ഞതും അവൻ്റെ മുഖത്ത് പരിഹാസമായിരുന്നു. നിനക്ക് ബുദ്ധി കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം. പക്ഷേ അതൊക്കെ കല്യാണത്തിന് മുന്നേ നിൻ്റെ വീട്ടുകാരുടെ അടുത്ത് കാണിച്ചാൽ മതി. എൻ്റെ അടുത്ത് വേണ്ട. നിന്നെയൊക്കെ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് നിൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് ഞാൻ. ഗൗതം കവളിൽ ഇറക്കി പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതും പൂജ ശക്തമായി അവൻ്റെ കൈ പിടിച്ചു വലിച്ചാൽ മാറ്റാൻ നോക്കി. അവൻ്റെ ബലത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി വന്നതും ഗൗതം അവളുടെ കവളിൽ നിന്ന് പിടിവിട്ട് കുറച്ച് മാറി നിന്നു. പൂജ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് പതിയെ കവളിലും താടിയിലുമൊക്കെ പിടിച്ചു നോക്കി. വേദന കൊണ്ട് വാ തുറക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് വേദന. പൂജയ്ക്ക് വരുന്ന ദേഷ്യത്തിനും വിഷമത്തിനും അവന് എന്തൊക്കെയോ പറയാൻ തോന്നുന്നുണ്ടെങ്കിലും അവനോടുള്ള ഭയം കൊണ്ട് അവളൊന്നും മിണ്ടിയില്ല. ഒരു കാര്യം ചെയ്യും മുന്നേ പൂജ, നീ ഒരു 100 തവണ ആലോചിക്കണം. നീ ഇപ്പോൾ ചന്ദ്രോത്ത് ഗൗതമിൻ്റെ ഭാര്യയാണ്. എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ നാണക്കേടുണ്ടാവുന്ന വിധം എന്തെങ്കിലും നിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ. വിരൽ ചൂടി പറയുന്നവൻ്റെ വാക്കുകൾ അവളുടെ കണ്ണുകളിൽ ഭയം തെളിഞ്ഞു. അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അത് നിന്നെ എൻ്റെ ഭാര്യയായി കണ്ടിട്ടൊന്നുമല്ല. നിന്നെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പോയില്ലേ, സഹിച്ചല്ലേ പറ്റൂ. അവൻ്റെ വാക്കുകളിൽ നിറയുന്ന പരിഹാസം. അവളുടെ കണ്ണുകൾ പക്ഷെ കലങ്ങിയില്ല. ഇതിനൊക്കെ കാരണമായ സ്വന്തം വീട്ടുകാരോടുള്ള അകൽച്ച പൂർണ്ണമായി കഴിഞ്ഞിരുന്നു അവൾക്ക്. ആശ വന്നപ്പോൾ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് പൂജയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും ഒന്നും പ്രയാസം തോന്നിയില്ല. ആ വീടും അവിടവുമൊക്കെയായി അവൾ പെട്ടെന്നിണങ്ങി.
മനസ്സുകൊണ്ട് അവളത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും അതായിരുന്നു സത്യം. ഗൗതമിൻ്റെ അച്ഛനും അമ്മയും പൂജയെ സ്വന്തം മകളായി കണ്ട് സ്നേഹിച്ച് കൂടെ നിർത്തുമ്പോൾ പൂജയ്ക്ക് പലപ്പോഴും അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല. ഗൗതം ഒഴികെ ബാക്കിയെല്ലാം അവളിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു. അവൾക്ക് അവരോട് പ്രത്യേക ഒരു സ്നേഹവും തോന്നി തുടങ്ങിയിരുന്നു. അവിടെ ജോലി ചെയ്യുന്ന മോളി ചേച്ചി വരെ അവളോട് സംസാരിക്കാനും എടുക്കാനുമൊക്കെ താല്പര്യം കാണിച്ചു. രാവിലെ അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അത്യാവശ്യം സഹായമൊക്കെ അടുക്കളയിലും ചെയ്തിട്ട് അവൾ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി ഇരുന്ന് വായിക്കുകയോ അല്ലെങ്കിൽ ഫോൺ കാണുകയോ ചെയ്യും. കഴിവിധം അവൻ്റെ മുന്നിലേക്ക് ചെല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ സമയം ചിലവഴിക്കും. അവൾക്ക് അതായിരുന്നു ഏക ഒരാശ്വാസം. രാത്രിയിൽ അവൻ വരുമ്പോഴേക്കും കിടക്കാൻ നോക്കും. ഇങ്ങനെയൊക്കെ നോക്കിയാലും അവൻ ഒരു നേരമെങ്കിലും ചീത്ത പറയാതിരിക്കില്ല അവളെ. അവളും അതിന് തക്ക തിരിച്ചു പറയും. അതൊക്കെ അങ്ങ് കഴിയും. ഒരു ദിവസം പോലും അവൻ അവളോട് എന്തെങ്കിലും പറഞ്ഞ് തട്ടിക്കയറാതെ ഇരിക്കാനും കഴിയില്ലെന്നർത്ഥം. തുടക്കത്തിൽ വലിയ വിഷമമുണ്ടാക്കിയ പലതും ഇപ്പോൾ ശീലമാണ്. അതുകൊണ്ട് തന്നെ അത്ര വിഷമവുമില്ല. കിരൺ ഇടയ്ക്ക് മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നു. അറിയാത്ത നമ്പർ കണ്ടപ്പോൾ തന്നെ പൂജയ്ക്ക് മനസ്സിലായി അത് കിരൺ ആണെന്ന്. അവൻ്റെ കോൾ എടുത്താൽ ശരിയാവാത്തത് കൊണ്ട് അവൾ കോൾ എടുക്കാനേ പോയില്ല. അവൻ പറയാൻ പോകുന്നതറിയാം. ഇനി തിരികെ ആ ഒരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയുകയുമില്ല. അതിനാഗ്രഹിക്കുന്നുമില്ല. മുന്നോട്ടെടുക്കുന്ന ഏത് തീരുമാനവും നോക്കിയും കണ്ടും എടുത്തില്ലേ അതിൻ്റെ പേരിൽ ഇനിയും അനുഭവിക്കേണ്ടി വരും ഒരുപാട്. കുറച്ചു നേരം മുറിയിലിരുന്ന് അവളുടെ സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെക്കുമ്പോഴാണ് പുറത്ത് ചെറുതായി മഴ പൊടിയുന്നത് കണ്ടത്. ചെയ്തുകൊണ്ടിരുന്ന പണി അവിടെ ഇട്ടിട്ട് പൂജ തുണിയെല്ലാം മുറ്റത്തെ അഴയിൽ നിന്നെടുത്ത് റൂമിലേക്ക് കയറിയതും അവൾക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. ഗൗതമാണെങ്കിൽ രാവിലെ പോയതാണ്. അവൻ എപ്പോഴെങ്കിലും വന്നാൽ മതിയെന്നാണ്. എങ്കിലും മനസ്സിലൊരു പിടച്ചിൽ. നാളുകളായി ഇപ്പോൾ ഇങ്ങനെയാണ്. ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ്. പൂജ അകത്തേക്ക് കയറി വാതിലടച്ചു തിരിഞ്ഞതും ഞെട്ടലോടെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് കയ്യിലിരിക്കുന്ന തുണിയെല്ലാം നിലത്തേക്ക് ഊർന്നു വീണു. പൂജയുടെ നെഞ്ചെല്ലാം പൊട്ടി താനിപ്പോൾ മരിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോകാൻ അവൾ ആഗ്രഹിച്ചു. അത്രയ്ക്കും ഭീകരമായൊരു കാഴ്ചയായിരുന്നു അവൾ മുന്നിൽ കണ്ടത്. പൂജ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാനല്ലേ നിൻ്റെ. നിർത്ത് കിരൺ. ആരോട് ചോദിച്ചിട്ടാ നീ ഈ മുറിക്കകത്തേക്ക് കയറിയത്? ഈ വീട്ടിലേക്ക് വന്നതെന്തിനാ? നിന്നെ കാണാൻ. എൻ്റെ പെണ്ണ് ഇവിടെയല്ലേ ഉള്ളത്? നീ ഉള്ളിടത്തല്ലേ ഞാൻ വരേണ്ടത് നിന്നെ കാണാൻ. കൈകെട്ടി ചുമരിലേക്ക് ചാരി നിന്നവൻ പറഞ്ഞതും പൂജ തളർച്ചയോടെ ഭിത്തിയിലേക്ക് ചാഞ്ഞുപോയി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് ആ നിമിഷം അവൾക്ക് ഉറപ്പായി. വാ പൊത്തി ഞെട്ടലോടെ നിൽക്കുന്നവനെ തന്നെ നോക്കി നിൽക്കുവാണ് കിരൺ. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ട്. ഇരയെ കൺമുന്നിൽ കിട്ടിയ വേട്ടക്കാരനെ പോലെ കിരൺ അവളുടെ മുഖത്തെ ഭാവങ്ങൾ ആസ്വദിക്കുകയാണ്. അവളുടെ പേടിച്ചരണ്ട നിൽപ്പ്. അവൻ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നവളെ. അവൾക്ക് മനസ്സിലാക്കാത്ത വിധം അവൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ട്. അവൻ്റെ മനസ്സിലെന്താണെന്ന് അവന് മാത്രമേ അറിയൂ. എന്താ പൂജ, സർപ്രൈസായോ? കിരണിൻ്റെ ചോദ്യം കേട്ട് പൂജ ആദ്യത്തെ ഞെട്ടൽ മാറ്റി വായിൽ നിന്ന് കൈയെടുത്ത് മാറ്റി അവനെ ദേഷ്യത്തിൽ നോക്കി. ഇതാണോ നിൻ്റെ സർപ്രൈസ് ഗൗതം? ഗൗതം വരുന്നതിന് മുന്നേ ഇവിടുന്ന് പോകാൻ നോക്ക്. അതുവരെ കണ്ട പൂജയിൽ നിന്ന് മറ്റാരോ എന്ന പോലെ സംസാരിക്കുന്നവളെ കണ്ടതും ഒരു നിമിഷം അവൻ്റെ മനസ്സിലേക്ക് തനിക്ക് ചുറ്റുമുള്ള പലരും അവളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവൻ ദേഷ്യം കൊണ്ട് തലമുടിയിൽ കൈകടത്തി കൊരുത്തു വലിച്ചു. അവനെന്തോ സഹിക്കാൻ പറ്റിയില്ല. എനിക്ക് നിന്നെ വേണം പൂജ. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. കണ്ണടച്ചു തുറന്ന് വല്ലാത്തൊരു ഭാവത്തിൽ അവൻ പറഞ്ഞതും പൂജ പേടിയോടെ കുറച്ച് പുറകിലേക്ക് നീങ്ങി. ഇവനെ ആരെങ്കിലും കണ്ടാൽ പിന്നീട് ഇവിടെ നടക്കാൻ പോകുന്നത് ചിന്തിക്കുന്നതിന് അപ്പുറമാകും. തൻ്റെ ജീവിതം എന്തായിത്തീരും? പൂജയ്ക്ക് അടിമുടി വിറയലായി. ഒരു നിമിഷം കൊണ്ട് ജീവൻ തന്നെ പോകുന്നത് പോലെ തോന്നിയവൾക്ക് തൻ്റെ അടുത്തേക്ക് നടക്കുന്നവനെ കാണും തോറും അവളുടെ നെഞ്ചെടുപ്പേറി. കിരൺ, വേണ്ട, നീ പോ. നീ കാരണം പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നമായി ചത്തു ജീവിക്കുക ഈ നിമിഷം വരെ. ഇനി നീ ഇവിടെ എന്നെ കാണാൻ വന്നതിൻ്റെ പേരിൽ കൂടി വയ്യെനിക്ക്. അവൾ കൈകൂപ്പി കാണിക്കും പോലെ പറഞ്ഞതും അവനതൊന്നും തന്നെ ബാധിക്കുന്നതല്ലെന്ന പോലെ അവളെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ അവൻ ഇതൊക്കെ ആസ്വദിക്കുകയാണെന്ന് പറയാം. കിരൺ ഒന്നും മിണ്ടാതെ നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തിന് നോക്കിക്കൊണ്ട് അവൾ വിളിച്ചതും അവനൊന്ന് മൂളി. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. ഈ വീട്ടിൽ അവൻ്റെ ഭാര്യയായി നീ ജീവിക്കില്ല. നീ എൻ്റെ പെണ്ണ. കിരൺ ഞൊടിയിടയിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും പൂജ ഞെട്ടലോടെ അവനെ തള്ളി മാറ്റി. ഇറങ്ങിപ്പോ നീ. പൂജയ്ക്ക് തൻ്റെ സമനില തെറ്റുപോലെ തോന്നി. അടുത്തേക്ക് വരരുത്. അവൾ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് പേടി കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്, നിന്നോട് പറഞ്ഞില്ലേ?
ചുമരിലേക്ക് അടിച്ചുകൊണ്ട് അവൻ അലറിയതും പൂജ പെട്ടെന്ന് സ്റ്റക്കായി നിന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ ഭാവമില്ലെങ്കിൽ ഞാൻ ഇതിലും മോശമാകും. വേണ്ട, അവൾ പതിയെ പറഞ്ഞു. ഇവിടെ അവൻ പറയുന്നത് കേൾക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് പൂജയ്ക്ക് മനസ്സിലായി.